നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചില യാത്രകളൊക്കെ പോവാറില്ലേ, അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തേത്. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന്. ഞാൻ സൗമ്യ നിഖിലയും കൂടി പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഇതാ കൊച്ചിയിലുള്ള വലിയമ്പലത്തിലോട്ടാണ് പോയത്. വലിയമ്പലം വലിയമ്പലം എന്നാണ് വിളിക്കണത്, പക്ഷേ അമ്പലത്തിന്റെ ശരിക്കും ഒഫീഷ്യൽ ഗൂഗിൾ നെയിമൊക്കെ ഉണ്ടാവില്ലേ, അത് വന്നിട്ട് കൊച്ചിൻ തിരുമല ദേവസ്വം എന്നാണ് കേട്ടോ. ഞങ്ങളത് അവിടെ എത്തിയപ്പോഴത്തേക്കും പൂജയുടെ ഒക്കെ സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ വരണമെന്ന് കേട്ടോ. അതാ ഇന്ന് അങ്ങനെ സാധിച്ചു കേട്ടോ. ഗോപൂജയൊക്കെ കണ്ടിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണാൻ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ ഗോപൂജയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇത് ചുറ്റി വരാനായിട്ട് നല്ല സ്ഥലമുണ്ട് കേട്ടോ. നന്നായിട്ട് കുറേ സമയം എടുക്കും നമ്മൾ. സമയമൊക്കെ എടുത്ത് പയ്യെ എല്ലായിടത്തും തൊഴുത് പയ്യൊക്കെ ചുറ്റിയാട്ടോ വന്നേ. പിന്നെ ആണെങ്കിൽ അവിടെ ആരതിയൊക്കെ ഒഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അതൊക്കെ പോയി തൊട്ടു. പിന്നെ അവിടുത്തെ മണി ഉണ്ടായിരുന്നു കേട്ടോ. ആ മണിയാണെങ്കിലോ എന്നെ ശരിക്കും എനിക്കത് അത്ഭുതമായിട്ടോ. നല്ല വലിയ മണി, അതിൽ നിന്ന് വരുന്ന ശബ്ദമാണെങ്കിലോ അതൊരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. സൗമ്യ പറഞ്ഞു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ ദേവീനെ ഇങ്ങനെ പുറത്തിങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടോ. അത് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവിടെ കുറേ നേരം ഇരുന്നിട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളത് കണ്ടു. അതൊക്കെ കണ്ടു, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അതിങ്ങനെ ചുറ്റും ഇങ്ങനെ അവർ ആ പല്ലക്കിൽ കൊണ്ടുവന്നിട്ടോ. പിന്നെ അവിടുത്തെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം തോന്നിട്ട് ചുമ്മാ ഞാനത് എടുത്തതാണ് കേട്ടോ വീഡിയോ ഒക്കെ. ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് കോഫി കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. പക്ഷേ കോഫിയുടെ ടൈമൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞു എന്തായാലും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഫൈനലി കോഫിയൊക്കെ വന്ന് ഞങ്ങൾ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ പോയത് കൊച്ചി പാലസിലോട്ടാണ്. നിഖില ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാട്ടോ. പക്ഷേ ഇടദിവസമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മഴയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പിള്ളേർ കുറച്ച് ഇനി നോർത്ത് ഇന്ത്യന്നും സൗത്ത് ഇന്ത്യന്നൊക്കെ ഒത്തിരി പിള്ളേരൊക്കെ ഇങ്ങനെ ടൂർ എക്സിബിഷനും കാര്യത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോസും വീഡിയോഗ്രാഫിയും ഇവിടെ ആയിരുന്നില്ല കേട്ടോ. പക്ഷെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്ന കേസ്. അപ്പം അത്രയേ ഉള്ളൂ.